ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ ആൻറ്റീൻ്റെ വീട്ടിലാണ്. നമ്മളെ വലിയമാരുണ്ട്. അല്ല, ഇന്ന് ഇവിടെ എത്തോ അറിയില്ല. എത്തുണ്ട്. ഹായ് 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 പറയുന്നേ. അപ്പൊ നമ്മള് ആൻറ്റീൻ്റെ വീട്ടിലാണ്. ആൻറ്റി നല്ല അടിപൊളി പൊറാട്ടയും ബീഫും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ലൈക്ക് ചെയ്യാൻ പറയും. അപ്പൊ നമ്മളിന്ന് ആൻറ്റീൻ്റെ സ്പെഷ്യൽ പൊറോട്ട ആൻഡ് ബീഫ് അത് കഴിക്കാൻ വേണ്ടി വന്നതല്ല, വെറുതെ വന്നതാണ്. അപ്പോൾ ആൻറ്റി സ്വന്തം അടിച്ചുണ്ടാക്കിയ പൊറോട്ട കാണിച്ചു തരാം. ഇതാണ് ആൻറ്റി ഉണ്ടാക്കിയ പൊറോട്ട. കാണിച്ചു തരാം. ഇവിടെ കുറേ ഉണ്ട്. യെസ്, ആൻറ്റീൻ്റെ പൊറോട്ട ആൻറ്റീനെ പോലെ ഉണ്ട്. അങ്ങനെ തന്നെ അതെന്താ അടിച്ചടിച്ച് സാരല്ലേ പൊറോട്ട ചത്തു. അപ്പൊ ഗൈസ്, ഇന്ന് രാത്രിത്തെ ഫുഡ് ബീഫ് റോസ്റ്റും നല്ല പൊറോട്ട. ആൻറ്റി ബൾബൊക്കെ തരുന്നുണ്ട്. ലൈറ്റ് ഇല്ല ഇവിടെ ആകെ ലൈറ്റ് ഉള്ളു. അപ്പൊ ഇനി നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ പോകാം. ബൾബ് ഇട്ടിറങ്ങുന്ന ചെയ്യാ. ഇവര് ഫുള്ള് ചുളിവാണേ. കറണ്ട് ബില്ലൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് ബൾബൊക്കെ കൂടി. ആന്ന് എന്താ ആൾക്കാരാണ് ഇത്. എൻ്റെ ആൻറ്റീൻ്റെ കലാവിരുദ്ധകൾ. ആൻറ്റി ഒരു കലാകാരിയാ. ഇതൊക്കെ ആൻറ്റീൻ്റെ. പിന്നെ അതൊക്കെ ആൻറ്റീൻ്റെ മക്കളെ കൊലാവാസന. പിറ്റേന്ന് രാവിലെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ് നല്ലോണം ബോറടിക്കുന്നത്. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പാനിപൂരി ഉണ്ടാക്കാന്നുള്ള പ്ലാൻ ഇട്ട്. ഞാൻ കുറേ മുന്നേ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുക. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഉരുളക്കിഴങ്ങ് വേവിക്കാനൊക്കെ വെച്ച് പിന്നെ ഇതിൻ്റെ ആ ഒരു ഇമിലി വാട്ടർ അത് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാനാണ് ടാസ്ക്. വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് വെള്ളം ചൂടാക്കുക, അതിലേക്ക് പുളി, ശർക്കര, മുളക് പൊടി ഇതൊക്കെ ഇട്ട് നല്ല രീതിക്ക് ചൂടാക്കിയെടുക്കുക. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ അടുക്കള നമുക്ക് വേണ്ടി ഒഴിച്ചു തന്നത് കേട്ടോ ആൻറ്റി. കാരണം ഞാനും ആൻറ്റീൻ്റെ മോളും മാത്രമേ ഈ ഒരു പണിക്ക് നിന്നിട്ടുള്ളൂ. വേറെ ആരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അരിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗ്രീൻ കളറ് ഒരു വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ ചട്നി. അപ്പോൾ അത് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചപ്പും പുതിനയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളക് കുറച്ച് ഉപ്പിട്ട് മിക്സിയിലിട്ട് അടിക്കുക. ഞാനാണെങ്കിൽ ആദ്യം തന്നെ നല്ല രീതിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ച് അപ്പോൾ ഫുള്ള് തെറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പാനിപൂരീൻ്റെ ആ ഒരു പൂരി അതിനി റെഡിയാക്കി എടുക്കണം. ഞാനിതൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ വേറെ ഒരാൾ വന്നിട്ട് മറ്റേ ആ പുളീൻ്റെ ആ ഒരു വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആളെ കൈയൊക്കെ പൊള്ളി. പിന്നെ ആ വൈക്ക് വന്നിട്ടില്ല. നേരത്തെ റെഡിയാക്കി വെച്ച ആ പുളീൻ്റെ വെള്ളമാണ് ഇപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അത് നല്ല രീതിക്ക് അരിച്ചെടുക്കണം. കാരണം അതിൻ്റെ ആ ഒരു ഇത് നല്ല രീതിക്ക് അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞെടുക്കും. അപ്പോൾ കുറേ ടൈം ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കണം. കുറേ നേരമൊക്കെ ഞാനും ചെയ്ത് പിന്നെ ആൻറ്റീൻ്റെ മോളും ചെയ്ത് പിന്നെ അത് മെല്ലെ അമ്മക്ക് കൊണ്ടുപോയി കൊടുത്ത്. ഓരോക്കവിടെ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ ഓരോട് ചെയ്തോളാൻ പറഞ്ഞേ. എന്താണെന്ന് വെച്ചാൽ കുറേ ടൈം എടുക്കും ഇങ്ങനെ ആക്കി വരാൻ. അപ്പം ഇനി അടുത്ത പരിപാടിയാണ് ആ പാനിപൂരിൻ്റെ പൂരി റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പം അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ജസ്റ്റ് എന്തോ 30 റുപ്പീസ് അങ്ങനെ എന്തോ ഉള്ളൂ. ശരിക്കും ഇതാണ് ലാഭം. കാരണം നമ്മൾ പുറത്ത് പോയിട്ട്
എന്താണ് ഒരു പ്ലേറ്റിന് 60ഉം 40ഉം ഒക്കെ വാങ്ങി കഴിക്കുന്നതിന് നല്ലത് വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പം സേഫും ആണ്, നല്ലോണം നല്ല രീതിക്ക് കഴിക്കുകയും ചെയ്യാം. ഇതിങ്ങനെ ഓയിലിലേക്ക് ഇട്ടപ്പോൾ ഇങ്ങനെ ആ പൊന്തി വരുന്ന കാണുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ അതിങ്ങനെ ബോൾ പോലായി വരുന്നത് കാണാൻ. ഞങ്ങളാണെങ്കിൽ കുറേ പേരുണ്ടായിരുന്നു. ഇപ്പം ഞാനും എൻ്റെ അനിയനും വല്യമ്മയും ഉമ്മയും പിന്നെ ആൻറ്റീൻ്റെ അവിടെ ആൻറ്റീൻ്റെ മക്കളും ഒക്കെ പാടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ആൻറ്റീൻ്റെ ചെറിയ മോന് ട്യൂഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന വരെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ ഉരുളക്കിഴങ്ങിൻ്റെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അത് സംഭവം മിക്സിയിലിട്ട് അടിച്ചപ്പോൾ ഒന്ന് കുറച്ചൊരു കഞ്ഞി പോലായി. എന്നാലും കുഴപ്പമില്ല, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പിടിയും വലിയ കഴിക്കണേനു ലാസ്റ്റിലേക്ക്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കായപ്പോൾ തന്നെ ആൻറ്റി നല്ല അടിപൊളി മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി മന്തിയായിരുന്നു. എപ്പോഴും പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങി കഴിക്കുന്നതുകൊണ്ട് വീട്ടിലുണ്ടാക്കിയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ തന്നെ ഞങ്ങൾ നേരെ ഞങ്ങളെ വീട്ടിലേക്ക് പോയി. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ കൂടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.